ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് ആരതി എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. സാധാരണ നമ്മൾ പൂജയുടെ അവസാനമാണ് ആരതി ചെയ്യുക. ഹരതി ഇതി ആരതി, എന്തിനെയൊക്കെയോ ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ ഹരിക്കുന്നതാണ് ആരതി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നിഷേധാത്മകമായിട്ടുള്ള ഭാവങ്ങളെയും ചിന്തകളെയും ഒക്കെ മാറ്റുന്നതാണ് ആരതിയുടെ തത്വം എന്ന് പറയുന്നത്. അത് ആത്മസമർപ്പണത്തിൻ്റെ ഒരു സങ്കല്പമാണ്. നീരാഞ്ജനം കൊണ്ട് ആരതി ചെയ്യുന്നുണ്ട്, അതുപോലെ മംഗല ആരതിയുമുണ്ട്. നീരാഞ്ജനത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭഗവാന്റെ കൃപ, അനുഗ്രഹം, നമ്മുടെ ആന്തരികമായ ശുദ്ധീകരണം ഒക്കെയാണ്. എള്ളിന് അസാമാന്യമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷിയുണ്ട്. അത് പ്രത്യേക രീതിയിൽ എണ്ണയോട് ചേർന്നത് കത്തുമ്പോൾ അല്ലെങ്കിൽ നെയ്യോട് ചേർന്ന് കത്തുമ്പോഴേക്കും അന്തരീക്ഷവും അതുപോലെ നമ്മളും ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതൊക്കെ പൂജയിൽ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ മംഗളാരതിയുമുണ്ട്. ആ മംഗളാരതിയിൽ മനുഷ്യരിലും വസ്തുക്കളിലും ഒക്കെയുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജത്തെയൊക്കെ മാറ്റുക എന്നുള്ള സങ്കല്പമാണ്. വിവാഹിതരായവർക്ക് ചെയ്യുന്നു. അതേപോലെ നവരാത്രി സമയത്ത് നാം ഗ്രന്ഥങ്ങൾക്കും ദേവീ വിഗ്രഹങ്ങൾക്കുമൊക്കെ ആരതി ചെയ്യാറുണ്ട്. പുതിയ വാഹനങ്ങൾക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ആരതി കർപ്പൂരം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. കർപ്പൂരാരതി എന്ന് പറഞ്ഞാൽ കർപ്പൂരം നമുക്കറിയാം, അതൊരു ദ്രവ്യമാണ്. എന്നാൽ അത് കത്തുമ്പോഴേക്കും ഒന്നും അവശേഷിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നിഷേധ വികാര വിചാരങ്ങളും സബ്ലൈം ചെയ്തു പോവുക എന്നുള്ളതാണ്. ഒന്നും അവശേഷിപ്പിക്കാതെ അങ്ങനെ എല്ലാം ഇല്ലാതെ പോവുക, ഒന്നും അവശേഷിക്കരുത് എന്നാണ് ഓരോ തവണ ആരതി ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ഗംഗാ ആരതി തന്നെ ഋഷികേശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ആരതി ചെയ്ത ശേഷം ആ ദീപം ഭക്തർക്ക് നീട്ടാറുണ്ട്. അത് നാം ശിരസിലേക്ക് അണിയുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോഴേക്കും നമ്മുടെ തന്നെ ഒരു മൂഡിനെ അത് ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വളരെ വിഷാദത്തിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഇപ്രകാരമുള്ള ചില ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നമ്മളെ ഒന്ന് ഉയർത്താനായിട്ട് സഹായിക്കും. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളെ ഒന്ന് ഉയർത്താൻ സഹായിക്കും. ഈ വാസനാക്ഷയങ്ങളൊക്കെ ഉണ്ടാകും. കർപ്പൂരത്തിൻ്റെ ഒക്കെ പോലെ തന്നെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഹം എന്നുള്ള ആ ഒരു ഭാവത്തെ മാറ്റാനായിട്ട്, വാസനാക്ഷയം ഉണ്ടാകാനായിട്ട്, ചിത്തശുദ്ധി ഉണ്ടാകാനായിട്ട്, ജ്ഞാനം ഉണ്ടാകാനായിട്ട് ഒക്കെ ഈ ദീപം സഹായിക്കുന്നു. ദീപമില്ലാതെ ഒരു മംഗളകർമ്മങ്ങളുമില്ല. ആദ്യം തന്നെ സൂര്യഭഗവാനെയാണ് നാം എല്ലാം ആരാധിച്ചിരുന്നത്. പിന്നെ ദീപം കൊണ്ടുള്ള ആരാധനകളും ഒക്കെ വന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും ദീപത്തിനൊരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം തന്നെ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. നമ്മുടെ വാസനകളൊക്കെയും ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മനസ്സിന് ആ ഒരു ശുദ്ധി ഉണ്ടാവുക. പൂർവജന്മാർജിതമാണ് വാസനകൾ. അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ പോലും ചില കാര്യങ്ങളോടൊക്കെ നമുക്കൊരു ചായ്വുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും നമ്മളിൽ വേണ്ടാത്തതായിട്ടുള്ള വാസനകളുണ്ടെങ്കിൽ അതൊക്കെയും അങ്ങ് അപ്രത്യക്ഷമാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് ഈ ആരതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരതി ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സങ്കല്പങ്ങളും ആ ഒരു മണിയൊച്ചയും എല്ലാം തന്നെയും അന്തരീക്ഷത്തെ പോലും ശുദ്ധീകരിക്കും എന്നുള്ളതാണ്. ശബ്ദത്തിന് അതിനുള്ള കഴിവുണ്ട്, ദീപത്തിന് അതിനുള്ള കഴിവുണ്ട്, എല്ലാം ഊർജം തന്നെയാണ്. ജലത്തിന് അതിനുള്ള കഴിവുണ്ട്. നമ്മളിപ്പോൾ സൂര്യഭഗവാന് നേരെ ഒരു വിളക്ക് കാട്ടിക്കഴിഞ്ഞാൽ അതൊന്നുമില്ല. നമ്മൾ ആരതി ഭഗവാന് സമർപ്പിക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മൾ നമ്മളെ തന്നെ ഉയർത്താൻ, നമ്മളിൽ വിജ്ഞാനം ഉണ്ടാകാൻ, നമ്മളിൽ അറിവ് വർദ്ധിപ്പിക്കാൻ, നമ്മളിൽ ആ ജ്ഞാനാഗ്നി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അജ്ഞാനത്തെ മാറ്റുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. ഉപനിഷത്തിൽ പറയുന്നത് പോലെ ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി ഉദോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ദാസ സർവമിതം വിഭാതി. അതായത് പരമാത്മാവിൻ്റെ പ്രകാശത്തിന് മുന്നിൽ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ മിന്നലിൻ്റെയോ പോലും പ്രകാശം നിഷ്പ്രഭമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലെ ഈ വിളക്കിൻ്റെ കാര്യം എന്തു പറയാനാണ്? നമ്മൾ
ആരാധനയിൽ ഭഗവാന് നേരെ ദീപം ഒഴിയുന്നതിലോ ഒന്നുമല്ല കാര്യം. നമ്മുടെ ഉള്ളിലാണ് ആ ദീപം തെളിയേണ്ടത്. ഈശ്വരന് നാം എല്ലാം സമർപ്പണം ചെയ്യുന്നു എന്നൊരു സങ്കല്പം മാത്രമേ അതിലുള്ളൂ. കാരണം ഭഗവാന്റെ സന്നിധി എന്ന് പറയുന്നത് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ മിന്നലിൻ്റെയോ ഒന്നിൻ്റെ ആ ഒരു പ്രകാശത്തിന് മുന്നിൽ ആ പരമാത്മാവിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അത്ര മഹത്താണ്. നമ്മുടെ ഉള്ളിലും ഈശ്വരന് സമർപ്പണമായിട്ട് നമ്മൾ ആരതി ചെയ്യുമ്പോൾ ആ ജ്ഞാനാഗ്നിയാണ് പ്രകാശിക്കുന്നത്, ജ്വലിക്കുന്നത്. ഗായത്രി മന്ത്രം നോക്കിയാൽ അതിലും അതേപോലെ തന്നെയാണ്. എപ്രകാരമാണോ സൂര്യഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും തന്നെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ബുദ്ധിയെ സൂര്യഭഗവാൻ ഒന്ന് ഉത്തേജിപ്പിക്കണമേ എന്നുള്ള ഒരു മഹാപ്രാർത്ഥനയാണത്. അപ്പോൾ ഈ ആരതി എന്നുള്ള കാര്യം കൊണ്ട് നമ്മുടെ ആത്മസമർപ്പണം നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ജ്ഞാനാഗ്നി, എല്ലാ നന്മ നിറഞ്ഞ ചിന്തകളും വികാരങ്ങളും നന്മ മാത്രം ജ്വലിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയും കൂടിയാണ്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.